+2 കൊമേഴ്സ് ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയത്തിലെ 4ാമത്തെ ചാപ്റ്ററായ പ്ലാനിംഗ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ട് 1 മീനിങ്, ഡെഫിനിഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. First of all, we are going to discuss about the meaning and definitions of planning. Planning is the basic managerial function. നമുക്ക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പറയേണ്ട പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ബേസിക് മാനേജറിയൽ ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ഫംഗ്ഷനുകളിലെ ഏറ്റവും ആദ്യത്തേതും അടിസ്ഥാനവും പ്ലാനിംഗ് ആണ്. നമുക്കറിയാം ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അവിടെ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഞാനൊരു ഷോർട്ട് ഫോം പറഞ്ഞു. ഫംഗ്ഷൻസ് പോസ്റ്റ് കോ, പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ്. ഈ മാനേജ്മെൻറ്റ് ഫംഗ്ഷനുകളിൽ ഏറ്റവും ആദ്യത്തേതും അടിസ്ഥാനവുമായ ഫസ്റ്റ് ആൻഡ് ബേസിക് ഫംഗ്ഷനാണെന്ത്? പ്ലാനിംഗ്. അപ്പോൾ പ്ലാനിംഗ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ബേസിക് മാനേജീരിയൽ ഫങ്ഷൻസ് ഓഫ് എ മാനേജ്മെൻറ്റ് എന്നർത്ഥം. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ബൈ ഹും ഇറ്റ് ഈസ് ടു ബി ഡൺ. അതായത് ആര് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിംഗ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എന്ത് കാര്യവും മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണെന്ത്? പ്ലാനിംഗ്. ദെൻ നെക്സ്റ്റ്, പ്ലാനിംഗ് ഇംപ്ലൈസ് സെറ്റിംഗ് ഗോൾസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഡെവലപ്പിംഗ് എ വേ ഓഫ് അച്ചീവിങ് ദം എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി. അപ്പോൾ ലക്ഷ്യം മുൻകൂട്ടി, ഗോൾ മുൻകൂട്ടി സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഡെവലപ്പിംഗ് എ വേ ഓഫ് അച്ചീവിങ് ദം എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അത് എഫക്റ്റീവും എഫിഷ്യൻറ്റുമായി ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്തെടുക്കുക, ആവിഷ്കരിച്ചെടുക്കുക. അതിന് പറഞ്ഞ പേരാണെന്ത്? പ്ലാനിങ്. ആൻഡ് ലാസ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഡൂയിങ്ങിന് മുമ്പ് തിങ്കിങ് നടത്തുന്ന, അതായത് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള തിങ്കിങ് പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? പ്ലാനിങ്. ഓക്കെ. തന്നെ ഇനി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള അതേ സെൻറ്റൻസാണ് ഇനി പറയാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്ലാനിങ് സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ഗോ. അതായത് ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്, എവിടെയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്, ഇനി എന്തായിത്തീരാനാണ്, എവിടേക്ക് എത്തിച്ചേരാണ്, എന്ത് നേടിയെടുക്കാനാണ് നമ്മളുടെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്. ഈ രണ്ട് എൻഡുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന, നികത്തുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? പ്ലാനിങ്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും രണ്ട് എൻഡുകൾ, അതായത് പ്രസൻറ്റും ഫ്യൂച്ചറും. അതായത് ഫസ്റ്റ് വെയർ വി ആർ ടുഡേ, നമ്മളിപ്പോൾ എവിടെയാണ്, വെയർ വി ആർ നൗ, പ്രസൻറ്റ് സിറ്റുവേഷൻ. ആൻഡ് ഫ്യൂച്ചറിൽ വെയർ വി വാണ്ട് ടു ബി, നമ്മൾ എന്തായിത്തീരാൻ, എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ. ആ രണ്ട് എൻഡുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ ഫംഗ്ഷനാണ്. അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസാണ്, ആക്ഷൻസാണ് ആവശ്യം, അതെല്ലാം തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ആ പ്രക്രിയക്ക്, ആ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? പ്ലാനിങ്. ഇനി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഇതേ വേർഡിങ്സിൽ വന്ന 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ യഥാസമയമുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ദിസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ഗോ. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ഈ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു, ഏതാണ്? പ്ലാനിംഗ് ആണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 4 ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അതിന് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേ വേർഡിങ്സിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ഗോ. നമ്മളിപ്പോൾ പഠിച്ച അതേ സെൻറ്റൻസ്, നമ്മളിപ്പോൾ എവിടെയാണ്, വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ഗോ, നമ്മൾ എവിടെ എത്തിച്ചാൽ ആഗ്രഹിക്കുന്നു അതിനിടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്ലാനിങ്. ദെൻ അതിനുശേഷം പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്, അത് അതിൻ്റെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ പിന്നീട് ആ സമയത്ത് ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഈ ഒരു സെൻറ്റൻസ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെയർ വി ആർ ആൻഡ് വെയർ വി വാണ്ട് ടു ഗോ, ഇത് പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ, അത് തന്നിട്ട്, അതായത് ആ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ തരും, വെയർ വി ആർ, അപ്പോൾ അപ്പുറത്തെ എൻഡിൽ വെയർ വി വാണ്ട് ടു ഗോ.
എന്നിട്ട് അത് തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങനെ ഒരു ചോദ്യപേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ടേമാണ്. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി വിദ്യാർത്ഥികൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2-3 ഡെഫിനിഷൻസ് നോക്കാം. അതിലെ വേർഡിങ്സ് തന്നിട്ടും സാധാരണ അത് ഏത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചോയ്സുകൾ, ആൾട്ടർനേറ്റീവ്സ്, ബദലുകൾ നമ്മൾ തീരുമാനിക്കലാണ്. ഫ്രം എമംഗ് അതേഴ്സ്, മറ്റുള്ള ബദലുകളിൽ നിന്ന്. ടു പെർഫോം ഡിഫറൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻസ്, വ്യത്യസ്തങ്ങളായ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രിഡിറ്റർമിൻഡ് ഗോൾ. അതൊക്കെ എന്തിനാണ്? ആ ബെസ്റ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതിന്, ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നതിനാണ് ടു അച്ചീവ് ദ പ്രിഡിറ്റർമിനിങ് ഗോൾ, ആ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നാണ് ഹെൻറി ഫയൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത് തിയോ ഹൈമാൻ എന്ന തിങ്കറുടെ ഡെഫിനിഷൻ നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കലാണ്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വെൻ എ മാനേജർ പ്ലാൻസ്, ഒരു മാനേജർ പ്ലാൻ ചെയ്യുന്നതോടുകൂടി ഹീ പ്രൊജക്ട്സ് എ കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു മാർഗം, ഒരു പ്രവർത്തന മാർഗം അയാൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഫോർ ദ ഫ്യൂച്ചർ, എന്ത്, ഭാവിയിലേക്ക് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മാനേജർ പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത് എന്ന് തിയോ ഹൈമാൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു മാനേജ്മെൻറ്റ് തിങ്കറായ എം.ഇ. ഹർലിയുടെ ഡെഫിനിഷൻ നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ്സ്, അതിൽ ഉൾപ്പെടുന്നുണ്ട് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഫ്രം എമംഗ് ആൾട്ടർനേറ്റീവ്സ്. ആൾട്ടർനേറ്റീവ്സിൽ നിന്ന്, പല ബദലുകളിൽ നിന്നും ലക്ഷ്യങ്ങൾ, നയങ്ങൾ, നടപടികൾ, പരിപാടികൾ, പ്രോഗ്രാംസ് എന്നിവ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത മീനിങ് ആൻഡ് ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പ്ലാനിങ് എന്നാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അത് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്, മുൻകൂട്ടി തീരുമാനിക്കലാണ് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അതുപോലെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഭാവിയിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യലാണെന്ത് പ്ലാനിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫറൻറ്റ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ആൾട്ടർനേറ്റീവ്, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം. പല ബദലുകളിൽ നിന്നും നല്ല ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യലാണെന്ത് പ്ലാനിങ് എന്നുള്ളത്. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ഇറ്റ് മേ ബി ആൾസോ നോൺ ആസ് നേച്ചർ ഓഫ് പ്ലാനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. നേച്ചർ ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഈ പല ടേംസിലും എന്താണ് ചോദ്യം വന്നേക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. പ്ലാനിങ് എന്നുള്ളത് ലക്ഷ്യാധിഷ്ഠിതമാണ്. ദെൻ സെക്കൻഡ് വൺ, പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. തേർഡ്, പ്ലാനിങ് ഈസ് പെർവേസീവ്. Fourth one, it is continuous. Fifth one, it is futuristic. Sixth one, planning involves decision making. Seventh one, planning is a mental exercise or intellectual process. ഇത്രയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പരീക്ഷയ്ക്ക് 2 മാർക്ക്, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, അത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതിലെ ഏതെങ്കിലും 2-3 പോയിൻറ്റുകൾ എഴുതിയാൽ മാർക്കിനനുസരിച്ച് അത് നിങ്ങൾ എഴുതി വെക്കുക. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കണം, 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് 6 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റിൻ്റെ കൂടെ അഡീഷണൽ പോയിൻറ്റ്സുകളും എക്സ്പ്ലനേഷൻസും കൂടി എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി തുടർന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. അതായത് ആസൂത്രണം എന്നത് ലക്ഷ്യാധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്, ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് എന്നുള്ളത്. എവരി ഓർഗനൈസേഷൻ ഹാസ് ടു ഫുൾഫിൽ ഇറ്റ്സ് ഓൺ സർട്ടൈൻ ഒബ്ജക്റ്റീവ്സ്. ഏതൊരു സ്ഥാപനത്തിനും, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും ഫേമിനും അതിൻ്റെ സ്വന്തം ചില നിർണിത ലക്ഷ്യങ്ങളുണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരിക്കും. എവരി പ്ലാൻ മസ്റ്റ് ഫോക്കസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു പ്ലാനും അതിൻ്റെ മെയിൻ ലക്ഷ്യം, അതിൻ്റെ ഫോക്കസ് എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ ഇത്തരം ലക്ഷ്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ പൂർത്തീകരിക്കുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും സ്ഥാപനത്തിൻ്റെ ഏത് പ്ലാനുകളും എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ളത് സെക്കൻഡ് പോയിൻറ്റ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്.
മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലെ പ്രൈമറി ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക ഫങ്ഷൻ, ഫസ്റ്റ് ഫങ്ഷനാണ് പ്ലാനിങ് എന്നുള്ളത്, ആസൂത്രണം എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് തന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിന് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ടത് ഈ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷനിൽ കിടക്കാം. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനുകളിൽ ഏറ്റവും ആദ്യത്തേതും അടിസ്ഥാനവുമായ ഫങ്ഷനാണെന്ത്? പ്ലാനിങ്. All other managerial functions are performed within the framework of plans drawn. മാനേജ്മെൻറ്റ് മറ്റേത് ഫങ്ഷനും all other management functions are based on planning എന്നർത്ഥം. അതായത് മാനേജ്മെൻറ്റിൻ്റെ മറ്റേത് ഫങ്ഷൻസുകളും അതിൻ്റെ എല്ലാം അടിസ്ഥാന ഫ്രെയിം വർക്കുകൾ ഈ പ്ലാനിങ്ങിൻ്റെ മേലാണെന്നർത്ഥം, പ്ലാനിങ് ആണ് എന്നർത്ഥം. ഓക്കെ, ദെൻ തേർഡ് ഫീച്ചർ ഓഫ് പ്ലാനിങ് ഈസ് പെർവേസീവ്. ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് എന്നുള്ളത് സർവ്വവ്യാപിയാണ്. ഇറ്റ് മീൻസ് പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ലെവലിലും പ്ലാനിങ് എന്നുള്ളത് ആവശ്യമാണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഈ 3 ലെവലിലുള്ളതാണ് പ്ലാനിങ് ഈസ് റിക്വയർഡ്, ആവശ്യമാണ്. ആസ് വെൽ ആസ്, അത് മാത്രമല്ല, ഇൻ ആൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്ലാനിങ് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ ആൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആൾ ഓവർ ദി വേൾഡ്. പ്ലാനിങ് എന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും ഏത് തരത്തിലുള്ള സർവീസ് ഓർഗനൈസേഷൻസ് ആവട്ടെ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആവട്ടെ, ഏത് തരം സ്ഥാപനത്തിലും പ്ലാനിങ് എന്നുള്ള ഫങ്ഷൻ പെർഫോം ചെയ്യപ്പെടുന്നുണ്ട്, നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്ലാനിങ് ഈസ് പെർവേസീവ്. പ്ലാനിങ് എന്നുള്ളത് സർവ്വവ്യാപിയാണ് എന്ന് നമുക്ക് പറയാം. Fourth point, planning is a continuous process. Planning is continuous. Then, a plan is prepared for a specific period of time. സാധാരണ ഏതൊരു സ്ഥാപനത്തിലും ഒരു പ്ലാൻ ഒരു നിശ്ചിത കാലാവധിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഫോർ എ മന്ത്, ഒരു മാസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർ, അതായത് 3 മാസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 6 months ആയിരിക്കാം, 1 year ആയിരിക്കാം, 2 year, നിശ്ചിത കാലാവധിയിലേക്കായിരിക്കും എന്നർത്ഥം. അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, ആ കാലാവധി പൂർത്തിയായി കഴിയുമ്പോൾ എ ന്യൂ പ്ലാൻ ഈസ് പ്രിപ്പയർഡ്. പുതിയൊരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യും? തയ്യാറാക്കും. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും, ആൻഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫ്യൂച്ചർ കണ്ടീഷൻസ്, ഭാവിയിലെ അവസ്ഥകളുടെ ആവശ്യകത അനുസരിച്ചും, കണ്ടീഷൻസിൻ്റെ ആവശ്യകത അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്ലാൻ നമ്മൾ എന്ത് ചെയ്യും? ഫോർമുലേറ്റ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദസ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിങ് പ്രോസസ്സല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്ലാൻ, നെവർ എൻഡിങ്, ഒരിക്കലും അവസാനിക്കാത്ത. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ ഓൺ ഗോയിങ് പ്രോസസ്സ്. പ്ലാനിങ് എന്നുള്ളതാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ്. ഒരു പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ, അതിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു റീപ്ലാനിങ്ങും പ്ലാനിങ്ങും ഉണ്ടായിരിക്കും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ഫീച്ചർ ഓഫ് പ്ലാനിങ്ങിലെ ഫിഫ്ത്ത് പോയിൻറ്റ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ആസൂത്രണം എന്നുള്ളത് ഭാവി സംബന്ധമായതാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അഹെഡ്, മുന്നോട്ട് വീക്ഷിക്കുന്ന, വരാനിരിക്കുന്ന ഫ്യൂച്ചറിലേക്ക് നോക്കി അങ്ങനെ പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചറിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രക്രിയയാണെന്ത്? പ്ലാനിങ്. ദ പർപ്പസ് ഓഫ് പ്ലാനിങ് ഈസ് ടു മീറ്റ് ഫ്യൂച്ചർ കണ്ടീഷൻസ് എഫക്റ്റീവ്ലി. പ്ലാനിങ്ങിൻ്റെ പർപ്പസ്, ലക്ഷ്യം തന്നെ എന്താണ്? ഫ്യൂച്ചർ കണ്ടീഷൻസ് എന്ത് ചെയ്യുക? എഫക്റ്റീവായ രീതിയിൽ ഫേസ് ചെയ്യുക, മീറ്റ് ചെയ്യുക, തരണം ചെയ്യുക എന്നുള്ളതാണ്. ദെയർഫോർ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രവചനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷനാണെന്ത്? പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അഹെഡ് ആണ്, അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർവേഡ് ഫങ്ഷനാണ് എന്നർത്ഥം. അതായത് ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എത്രമാത്രമായിരിക്കും, ഗവൺമെൻറ് പോളിസീസ് എന്തെല്ലാമായിരിക്കും, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ടാകും, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നീ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിരീക്ഷണം നടത്തി, ദീർഘദർശനം നടത്തി ഭാവിയിലേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. അതാണെന്ത്? പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 6, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് എന്നുള്ളതിൽ, ആസൂത്രണം എന്നുള്ളതിൽ തീരുമാനമെടുക്കൽ എന്ന പ്രക്രിയ കൂടി ഉൾപ്പെടുന്നുണ്ട്. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ഓർ സെലക്ടിങ് എമംഗ് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഡെഫിനിഷൻ്റെ സമയത്ത് ഇത് ചർച്ച ചെയ്തു. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ
പല ബദലുകളിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. പ്ലാനിങ് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ് ആൻഡ് ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റീവ് വൺ. അതായത് പ്ലാനിങ് എന്നതിൽ ഉൾപ്പെടുന്നുണ്ട് പല ബദലുകളും, ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായ പല ബദലുകൾ, ചോയ്സുകളുണ്ടായിരിക്കും. അതിൽ ഓരോ ചോയ്സിനെയും അത് നല്ല രീതിയിൽ അനാലിസിസ് നടത്തിയിട്ട്, പഠനം നടത്തിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റായ സ്യൂട്ടബിളായ ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്ന ആ പ്രക്രിയക്ക് അത് സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് പറയുന്ന പേരാണെന്ത്? പ്ലാനിങ് എന്നാണ്. അപ്പോൾ പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇഫ് ദർ ഈസ് ഓൺലി വൺ വേ ഓർ നോ ആൾട്ടർനേറ്റീവ്സ് ദർ ഈസ് നോ നീഡ് ഫോർ സെലക്ഷൻ. അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു മാർഗ്ഗം മാത്രമേ, ഒരു മെത്തേഡേ ഉള്ളൂ എങ്കിൽ അവിടെ ആൾട്ടർനേറ്റീവ് ബദലുകളൊന്നും ഇല്ല എങ്കിൽ അവിടെ എന്താണ്? പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല, അവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 7. പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സർസൈസ്. പ്ലാനിങ് എന്നുള്ളത് ഒരു മനോവ്യായാമമാണ്. പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സർസൈസ് റിക്വയറിങ് ഇമാജിനേഷൻ, ഫോർസൈറ്റ് ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അതായത് ദീർഘദർശനം, ഭാവന, അതുപോലെ തന്നെ ന്യായാന്യായ വിവേചനം, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ്, ഫോർസൈറ്റ്, ഇമാജിനേഷൻ എന്നിവയെല്ലാം ആവശ്യമുള്ള ഒരു മെൻ്റൽ എക്സസൈസാണ് പ്ലാനിങ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് ഈസ് ദ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുമ്പ്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്ന ഒരു ഇൻ്റലക്ച്വൽ, ബുദ്ധിപരമായ പ്രക്രിയയാണ്, മാനസിക പ്രക്രിയയാണ് പ്ലാനിങ്. ഇതോടുകൂടി ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെയ്യുക, നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒന്നുകിൽ ലൗഡ് ഇറ്റെന്നോ അല്ലെങ്കിൽ യൂസ്ഫുൾ ഇറ്റോ എന്നെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ അല്പം സ്പീഡ് കൂടിയോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ നിർദ്ദേശം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ അല്പം ലെങ്തിയാകുമ്പോൾ എന്ന് പേടിച്ചിട്ടാണ് അല്പം സ്പീഡ് കൂട്ടിയത്. അതുകൊണ്ട് എന്ത് നിർദ്ദേശങ്ങളും ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് റെക്കമെൻഡ് ചെയ്യുക. അതിലൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ തുടർച്ചയായിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.